ഓം നമ ശിവായ. ഇന്ന് ജൂൺ 6 വേൾഡ് പെസ്റ്റ് ഡേ. ഇന്ന് ഞാൻ കൃഷിയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കർഷകയാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ദേവരാ കണ്ണൻ. ഞാൻ പത്തനംതിട്ട അമൃത വിദ്യാലയത്തിലെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ കർഷക. താങ്കളുടെ പേരെന്താണ്? എത്ര വർഷമായി താങ്കൾ കൃഷി ചെയ്യുന്നുണ്ട്? 30 വർഷമായി. താങ്കൾ എന്തെല്ലാം കൃഷികളാണ് ചെയ്യുന്നത്? ചേന, ചേമ്പ്, വാഴ, ചീര, കോവല, പാവല, പടവലം, വഴുതന, ഇഞ്ചി, മഞ്ഞൾ, കോലിഞ്ചി മുതലായ കൃഷിയുണ്ട്. താങ്കൾ കൃഷി ചെയ്യുന്ന സമയത്ത് കീടങ്ങളുടെ ശല്യം ഉണ്ടാവാറുണ്ട്? കീടങ്ങളുടെ ശല്യം വളരെ രൂക്ഷം. എന്തൊക്കെ കീടങ്ങളാണത്? വെള്ളീച്ച, കായീച്ച, മുഞ്ഞ, പലതരം പുഴുക്കൾ, പ്രാണികൾ, വണ്ടുകൾ മുതലായവ ആക്രമിക്കാറുണ്ട്. താങ്കൾ ഈ കീടങ്ങളെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? പുകയില കഷായം തളിച്ചും വെളുത്തുള്ളി ചതച്ചിട്ട് വെള്ളത്തിൽ ലായനിയാക്കി ഒഴിച്ചും വേപ്പെണ്ണ തളിച്ചും ഇഞ്ചി ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് കുപ്പിയിലാക്കി അത് സ്പ്രേ ആയിട്ടും തളിക്കാറുണ്ട്. കൂടാതെ പുളിച്ച കഞ്ഞിവെള്ളം നേർപ്പിച്ചെടുത്ത് അതിൻ്റെ ലായനിയാക്കി അതും ഒഴിക്കാറുണ്ട്. ഞാൻ ചിലയിടത്ത് കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ തുളസിയില കിഴിയിട്ട് കൃഷി സ്ഥലത്ത് വയ്ക്കാറുണ്ട്. കൂടാതെ പഴക്കെണി, മഞ്ഞക്കെണി, നീലക്കണി മുതലായവ വയ്ക്കാറുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ തുളസിക്കണി എങ്ങനെയാ വെക്കുന്നത്? തുളസിക്കണി വെക്കുന്നത് തുളസിയില ഇടിച്ചു പിഴിഞ്ഞ് കിഴി കെട്ടി ആ കിഴി കൃഷി സ്ഥലത്ത് കൊണ്ടുവയ്ക്കും. അങ്ങനെ കീടങ്ങൾ നശിക്കും. താങ്കൾക്ക് എന്താണ് കുട്ടികളോട് പറയാനുള്ളത്? കുട്ടികളോട് പറയാനുണ്ട്, നിങ്ങളുടെ വീട്ടിൽ പഠിത്തത്തോടൊപ്പം കൃഷിയും ചെയ്യണം. പ്ലാസ്റ്റിക് ചാക്ക് കഴുകുക, ചെടിച്ചട്ടി കഴുകുക, മണ്ണൊക്കെ നിറച്ച് കൃഷി ചെയ്യുക. അത് നമുക്ക് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം. താങ്കൾ ജൈവവളം ഉപയോഗിച്ചാണോ കൃഷി ചെയ്യുന്നത്? ജൈവവളം ഉപയോഗിച്ചാൽ കൃഷി ചെയ്യുക. താങ്കൾ എന്താണ് രാസവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുക? രാസവളം ഉപയോഗിച്ചാൽ അത് ശരീരത്തിന് ദോഷം ചെയ്യും. മാരകമായ ക്യാൻസർ രോഗം വരാനിടയുണ്ട്. അതുകൊണ്ടാണ് രാസവളം ഉപയോഗിക്കാത്തത്. താങ്കൾക്ക് എന്താണ് സമൂഹത്തിനോട് പറയാനുള്ളത്? ഇന്ന് അന്യം നിന്ന് പോകുന്ന ഒന്നാണ് കൃഷി. ഇപ്പോഴുള്ള തലമുറയ്ക്ക് കൃഷിയെപ്പറ്റി എല്ലാ വിവരങ്ങളും അറിയാം. ഇനി വരും തലമുറയ്ക്ക് കൃഷിയെപ്പറ്റി അറിയാമോ ഒന്നും അറിയില്ല. എല്ലാവരും കൃഷിയെ സ്നേഹിക്കണം. എല്ലാവരും നല്ല പച്ചക്കറികൾ ഉപയോഗിക്കണം. ഈ ചില അന്യനാട്ടിൽ നിന്നൊക്കെ വിഷമടിച്ച പച്ചക്കറികൾ അന്യനാടുകളിൽ നിന്ന് വരുന്ന പച്ചക്കറികൾ വളരെ വിഷാംശമുള്ളതാണ്. അവിടെ നിന്നും കയറ്റിയേക്കുന്ന പച്ചക്കറികൾ നമ്മൾ കഴിവതും വാങ്ങിക്കാതിരിക്കുക. അവിടുത്തെ അന്യ സംസ്ഥാനക്കാർ അവർക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വിഷമില്ലാതെ അവർ ഉൽപ്പാദിപ്പിക്കും. അന്യനാട്ടിലേക്ക് അയക്കുമ്പോൾ അത് വിഷമുള്ളതാണ് അവർ അയക്കുന്നത്. അപ്പോൾ അത് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യും. ഈ ക്യാൻസർ മുതലായവയെല്ലാം നമ്മുടെ ശരീരത്തിലുണ്ടാകും. ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത്, താങ്കൾ കൃഷി ചെയ്യുന്ന സമയത്ത്, അതായത് കൃഷി ചെയ്യുമ്പോൾ ഈ നമ്മുടെ കീടങ്ങളുടെ ശല്യം ഞാൻ ചോദിച്ചല്ലോ, അപ്പോൾ ഈ കീടങ്ങളെ തുരത്താൻ ഏറ്റവും നല്ല ഒരു കെണി ഏതാണ്? അത് പഴക്കണി. അതാണ് ഏറ്റവും നല്ല കെണി. പഴക്കണിയുണ്ട്, തുളസിക്കണിയുണ്ട്. ഇഞ്ചി ചുരണ്ടി ചെറുതായിട്ട് അരിഞ്ഞ് അത് മിക്സിയിലിട്ട് അടിച്ച് അത്തരം കെണികളാണ് നല്ലതായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓം നമ ശിവായ. നമ്മളോട് ഇത്രയും നേരം സഹകരിച്ചതിന് നന്ദിയുണ്ട്.